ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഋഷഭ നാളെ അല്ല മറ്റന്നാൾ 18-ാം തീയതി ഇതിന്റെ ടീസർ പുറത്തു വരികയാണ്. അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാനുള്ളത് പോസ്റ്ററിനെ കുറിച്ചല്ല, എങ്കിലും പോസ്റ്റർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോകണം. ബട്ട് അതിനേക്കാൾ ഉപരി എന്താണ് ഋഷഭ, എങ്ങനെയാണ് ഋഷഭ കഥ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വൺ ലൈൻ എന്താണ്, ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരു വൺ ലൈൻ ആണ്. നമ്മൾ കുറേ മുമ്പ് ഋഷഭ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കാരണം അത് വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ ഡയറക്ടർ നന്ദകിഷോർ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു മഹർഷി, ബാലാജി മഹർഷി, അങ്ങനെ എന്തെങ്കിലും കൂടിയാണ് ഇതിന്റെ റൈറ്റേഴ്സ്. ഡയറക്ടർ നന്ദകിഷോർ എന്ന് പറയുന്ന ആളാണ്. പിന്നെ AVS പ്രൊഡക്ഷൻസ് അടക്കം വലിയ ഏതോ ബാലാജി മോഷൻ പിക്ചേഴ്സ് ഒക്കെയാണ് ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത്. വലിയ ബജറ്റിൽ വരുന്ന സിനിമയാണ്. ലാലേട്ടനെ അത്തരം സിനിമയിലേക്ക് പ്രധാന കഥാപാത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ കഥയുടെ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വരാം. അതിന് മുമ്പ് പോസ്റ്റർ ഇതാണ്. പ്രധാനമായിട്ട് എഴുതിയുള്ളത് ടീസർ ഓൺ സെപ്റ്റംബർ 18 എന്നേ കൊടുത്തിട്ടുള്ളൂ. സിനിമ ഒക്ടോബർ 16-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന ഡേറ്റ്. ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരും എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് നിലവിൽ ഒക്ടോബർ 16-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ക്യാരക്ടർ നോക്കിയാൽ തന്നെ അറിയാം, കയ്യിലൊരു പരിചയമുണ്ട്. ഒരു വേൽ പോലെയുള്ള ഒരു കുന്തം പോലെ എന്തോ സംഭവം. ഇത് നമ്മുടെ ശിവന്റെ ഇതാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു വൺ സൈഡ് കണ്ണ് മാത്രമാണുള്ളത്. തീക്ഷ്ണമായ കണ്ണ് എന്ന് തന്നെ പറയാം. നല്ല രസമായിട്ടുള്ള ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവെ ഇത്തരത്തിൽ മുടിയൊക്കെ വളർത്തി പുള്ളിക്കാരൻ ഇപ്പൊ കണ്ണപ്പയിലൊക്കെ വന്ന പോലെ നമുക്ക് വളരെ വളരെ ബോറായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ദേഷ്യവും അമർഷവും വാശിയും യുദ്ധത്തിന്റെ ഇടയിലുള്ള ഒരു സംഭവം ഒക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ മൂക്കിൽ മറ്റേ വളയൊക്കെ ഇട്ടിട്ടുണ്ട്. മുടി ഇങ്ങനെ പാറി പറക്കാണ്. കുറെ ആൾക്കാർ ഇത് പറഞ്ഞിട്ട് ഇതും കൊളാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കഥയിൽ അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നല്ല പടച്ചട്ടയൊക്കെ ഇട്ട് ഒരു ഗംഭീരമായിട്ടുള്ള വേഷം തന്നെ പറയാം. ഇത് ഏതെങ്കിലും ചരിത്രമായിട്ട് അല്ലെങ്കിൽ മിത്തുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കഥാപാത്രമാണോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇനി ഇവിടെ താഴെ എഴുതിയ പോലെ ദ ബാറ്റിൽ, ഇമോഷൻ, ദ റോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുദ്ധം, ഇമോഷൻസ്, അതുപോലെ ഗർജനം, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഇതിന്റെ കഥയിലേക്ക് വന്നാൽ ഇതൊരു പുനർജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. 2-ലധികം പുനർജന്മങ്ങൾ പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലൊന്ന് പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന ഭാഗം ഇത്തരത്തിലുള്ള അതിലുള്ള ലുക്കാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പണ്ട് ഇവരെന്തായിരുന്നു കാണിക്കാൻ. ഈ പണ്ടിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുനർജന്മവുമായി ബന്ധപ്പെട്ട് കഥയിലേക്ക് വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ 2 ആജന്മ ശത്രുക്കൾ അല്ലെങ്കിൽ മുജ്ജന്മ ശത്രുക്കൾ, ഭയങ്കരമായുള്ള ശത്രുക്കളാണ്. ഒരു കാരണവശാലും ഒരു ഒത്തുപോയില്ല. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണം ഇവര്. ഇനി വരും ജന്മത്തിലും നീ എനിക്ക് ശത്രു, അല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കുമോടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന അത്ര വലിയ ശത്രുക്കളാണ്. അങ്ങനെ പുനർജനിക്കുകയാണ്. പുനർജനിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും അച്ഛനും മകനുമായിട്ടാണ് പുനർജനിക്കുന്നത്. ആലോചിക്കണം, മുൻജന്മ ശത്രുക്കളായിട്ടുള്ള 2 പേർ ആജീവനാന്ത ശത്രുക്കളായിട്ടിരിക്കുന്നു, പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന 2 പേർ. പക്ഷെ ജനിക്കുമ്പോൾ പുനർജന്മം വരുന്ന സമയത്ത് അച്ഛനും മകനുമാണ്. ഇതല്ലാതെ ചില ജന്മങ്ങൾ വേറെ വരേണ്ടത് പറയുന്നുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ അച്ഛനും മകനായിട്ട് പോകുന്ന ഇവര്, ഈ ശത്രുക്കളായിട്ടിരിക്കുന്ന ഇവര് മുന്നോട്ട് പോകുമ്പോൾ എന്താകും? ലവ് ഓർ റിവെഞ്ച്? ആര് ജയിക്കും? പ്രതികാരമാണോ, പ്രണയമാണോ, ഇഷ്ടമാണോ, എന്താണ് ജയിക്കുക? ഇവർ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? നമ്മുടെ പഴയ ജന്മത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇവർ അതെങ്ങനെ നേരിടും? അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാലത്തെ ജന്മത്തിൽ ഈ അച്ഛനും മകനും ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്തായിരിക്കും? ആ പ്രശ്നം വരുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നത്. ഇതൊക്കെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു പടമായിട്ടാണ് ഇവർ നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സാധനം എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊരു എപ്പിക് ലെവൽ മേക്കിംഗ് ആണ് നടത്തിയിട്ടുള്ളതെന്നാണ് ഋഷഭ ടീം അവകാശപ്പെടുന്നത്. അത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം, അത്രയും വലിയൊരു എപ്പിക് ഫിലിം, ആ രീതിയിൽ ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ ഫാന്റസി ഡ്രാമ ഫിലിം, അല്ലെങ്കിൽ ഫാന്റസി ആക്ഷൻ ഡ്രാമ ഫിലിം, ഇതാണ് ഇതിന്റെ ജോണർ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അറിയാലോ, ഫാന്റസിയാണ്, ആക്ഷനാണ്, ഡ്രാമയാണ്, മൂന്നും കൂടി ചേരുന്ന സമയത്ത് ഒരു കിടിലൻ ജോണറാണ്. ഇതില് തീർച്ചയായിട്ടും ഫാന്റസി എലമെന്റ്സ് മൊത്തം വരുന്നത് ഇപ്പൊ നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ ഫോട്ടോയിലെ പോലെ മുൻജന്മത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ബാറ്റിൽ ആയിരിക്കാം. 2 രാജാക്കന്മാരോ അല്ലെങ്കിൽ ഒരേ രാജ്യത്തിന് വേണ്ടി നിലനിന്നിരുന്ന എന്നാൽ പിന്നീട് ശത്രുക്കളാകേണ്ടി വരുന്ന ആളുകളോ, അല്ലെങ്കിൽ 2 ക്യാപ്റ്റൻസോ, അങ്ങനെയൊക്കെ ആവാം, നമുക്കറിയില്ല. ബട്ട് എന്തായാലും ആ സമയത്ത് തന്നെയാണ് പഴയകാലം കാണിക്കണം എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിനുശേഷമാണ് പുനർജന്മം അച്ഛനും മകനായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫാന്റസി എലമെന്റ് വരുന്ന അവിടെയാണ്.
പിന്നെ ആക്ഷൻ എലമെന്റ് വരുന്നത് ഓഫ് കോഴ്സ് ബാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ യുദ്ധത്തിലൊക്കെ ഒരുപാട് സാധനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം. ഈ പറഞ്ഞ പോലെ എപ്പിക് മൂവി എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സിനിമയായിരിക്കും. ലാലേട്ടന്റെ അടുത്ത തൂക്കലായിരിക്കും പടം, അതൊരു ഡൗട്ടും ഇല്ല. പിന്നെയുള്ളത് ഡ്രാമ, തീർച്ചയായിട്ടും അച്ഛനും മകനും തമ്മിലുള്ള ഡ്രാമ തന്നെയായിരിക്കും. ലവ്, അഫെക്ഷൻ, മറ്റ് സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷെ പഴയ കാലത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലോ അല്ലെങ്കിൽ ഇന്ന് അവർ അച്ഛനും മകനായിട്ട് ഉണ്ടാകുമ്പോൾ ഉള്ള ചെറിയ രസക്കേടുകൾ വലിയ രീതിയിലേക്ക് മാറുമ്പോഴോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്തായിരിക്കും ഇനി ക്ലൈമാക്സിലേക്ക് ഇത് എന്താവും തുടങ്ങിയില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ കഥയിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ വന്നാൽ, നല്ല മേക്കിംഗ്, നല്ല BGM അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ വേറെ കിടിലൻ പരിപാടിയായിരിക്കും. പിന്നെ ആയിരിക്കും ഷഹാന കപൂർ അങ്ങനെ ഒരാളാണ് ലീഡ് റോളിലേക്ക് വരുന്നത്. അതുപോലെ സാറ എസ് ഖാൻ, ഇവരൊക്കെയാണ് ഇതിൽ പ്രധാന റോളിലേക്ക് വരുന്നത് ലാലേട്ടനെ വെച്ച് നിർത്തിയാൽ. അതല്ലാതെയും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പ്രധാന ലീഡ് കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. മലയാളം അതുപോലെ തെലുഗു, ഇതിലാണ്, തെലുഗുവാണോ കന്നഡയാണോ, തെലുഗു, മലയാളം തെലുഗു, ഇതിലാണ് ഇത് ഡയറക്റ്റ് സിനിമ ഇറക്കുന്നത്. ഈ രണ്ട് ഭാഷയിലും ഒരേ സമയം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. പക്ഷെ ഡബ് ചെയ്തിറക്കുന്നത് മറ്റു ഭാഷകൾ ഹിന്ദി, തമിഴ്, കന്നഡ, ഇത് മൂന്നുമാണ്. മലയാളത്തിൽ അപ്പൊ ഡബ് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണുന്നത് ഡബ്ഡ് ഇൻ കന്നഡ, തമിഴ്, ഹിന്ദി എന്നുള്ളതാണ്. അതുപോലെ മേക്ക് ചെയ്യുന്നത് മലയാളത്തിലും തെലുങ്കിലുമാണെന്ന് പ്രത്യേകം കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം മേക്ക് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. സോ ഋഷഭ ഞാൻ പ്രതീക്ഷയോടെ കാണുന്ന സിനിമയാണ്. അപ്പുറത്ത് പല ആളുകളും കണ്ണപ്പ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ചരിത്ര വേഷങ്ങളെ ലാലേട്ടനെ ഊക്കിക്കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാലേട്ടൻ കയറി തൂക്കും, അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഒരു 1.5 വരവായിരിക്കും. ഈ ലുക്കും അടിപൊളിയാണ്, ഈ ടീമും അടിപൊളിയാണ്. രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ പക്ഷേ ഒരു ഗംഭീര സിനിമയായിട്ട് വരട്ടെ. ലാലേട്ടന്റെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആവട്ടെ, അടുത്ത തൂക്കടി ആവട്ടെ ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നവരെ